നമ്മളിന്നിവിടെ റീവർക്ക് ചെയ്തൊരു ആംപ്ലിഫയറാണ് കാണിക്കുന്നത്. ഈ ആംപ്ലിഫയർ ഒരു പഴയൊരു ആമ്പായിരുന്നു, അതിന് നല്ല പോലെ പൊളിച്ച് നമ്മൾ ഇപ്പോഴത്തേക്ക് ആക്കാണ്. ഇതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഇതൊക്കെ ഞാൻ ഇതിലിപ്പോൾ ഓൾട്ടർ ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ട്രാൻസ്ഫോമർ നമ്മൾ ചേഞ്ച് ചെയ്തു, അതുപോലെ ഫിൽറ്ററിങ് മാറ്റം വരുത്തി. അതുപോലെ തന്നെ നമ്മൾ ബോർഡുകളൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ചാനൽ 20 ആയിരുന്നു, അത് നമ്മൾ മാറ്റി വേറെ ബോർഡ് വെച്ചു. അതുപോലെ സബിനും നമ്മൾ നമ്മുടെ പുതിയ ബോർഡാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗെയിനർ, USB ഒരു ഗെയിനർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പവർ സപ്ലൈ. പിന്നെ ഇത് നമ്മുടെ ഇതിപ്പോൾ ഈ ടാർ ഉരുക്കി ഒഴിച്ച കാരണം എല്ലാവരും ഇപ്പോൾ അതിനെ കമൻറ്റ് ചെയ്തത്, കാരണം അതിങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ പ്രൊലോജിക്കിൻ്റെ ബോർഡ്. അതിങ്ങനെ ഫുള്ള് ഞാൻ ടാറൊക്കെ ഉരുക്കി ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതതിൻ്റെ ബാസ്റ്റബിളാണ്, നമ്മുടെ ലെഫ്റ്റ് റൈറ്റിൻ്റെ ബാസ്റ്റബിളാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്കൊരു ഏകദേശം ഒരു 8 ആമ്പിയർ വരുന്ന ഒരു ട്രാൻസ്ഫോമറാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനൊരു മെറ്റൽ ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, ഒരു 35 പിന്നെ നമ്മളൊരു 4750 ഒരു 6 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കൊരു വൺ സൈഡ് ഒരു 12,000 നമുക്ക് റെക്ടിഫൈ ചെയ്ത് വരും. പിന്നെ ചാനലിനായിട്ട് നമ്മളൊരു 4725 2 കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം 1875 ഉപയോഗിച്ചിരിക്കുന്നത്, 20 നമ്മൾ 5 ചാനലിനും എല്ലാം 1875 ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സപ്ലൈ അത്രയും ഹെവി ആയിട്ട് കൊടുത്തിട്ടില്ല, 12 കൊടുത്താണ്. അതുകൊണ്ട് വർക്കിംഗ് ഏകദേശം 20 പോലെ തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ഇത്തിരി കൂടി ക്ലാരിറ്റി ഉണ്ട്, ഓഡിയോയിൽ ഇത്തിരി കൂടി വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ സബിന് വേണ്ടി ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ സബിന് മാത്രമായിട്ടാണ് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ USB പാനൽ വന്നിട്ടുള്ളത്, ഇത് സാധാ പാനലാണ്, എന്നാൽ കുഴപ്പമില്ല, ഒരു നോർമൽ റേഞ്ചിൽ കിട്ടുന്ന ഒരു പാനലാണ്. പകാരിയുടെ പാനലിപ്പോൾ നമ്മുടെ കയ്യിൽ കഴിഞ്ഞിരിക്കുകയാണ്, വന്നിട്ടില്ല. അതിന് സ്റ്റോക്ക് വന്നിട്ട് വേണം. പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗെയിനർ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് USB-ക്ക് വേണ്ടിയാണ് ഗെയിനർ ബോർഡ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊരു റെക്ടിഫയർ സെക്ഷൻ വേറെ ഒരു പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ളത്, അത് ഇതിന് വേണ്ടിയിട്ടാണ്, ഈ നമ്മുടെ പ്രൊലോജിക് ബോർഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പവർ സപ്ലൈ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ബാസ്റ്റബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓൾട്ടർ ചെയ്ത ഭാഗങ്ങളും ഈ ഞാൻ മറ്റേ റെസിനൊക്കെ ചെയ്ത ഭാഗങ്ങളാണ് ഇപ്പോൾ ഞാൻ പേപ്പർ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഇതിൽ വേറെ ഒരു ഇത് വേണ്ട, അല്ലെങ്കിൽ പിന്നെ അത് ടാറൊരിക്കും അങ്ങനെയാണെന്നൊക്കെ പറയും. അത് കാരണം പിന്നെ ഞാനത് ഇങ്ങനെ കാണിക്കാത്തത്. പിന്നെ ഈ ബാസ്റ്റബിൾ നമ്മൾ നല്ലപോലെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ ട്രാൻസ്ഫർ ഉപയോഗിച്ചിരിക്കുന്നത് 828 എന്ന് പറയുന്ന C828 വരുന്ന ട്രാൻസ്ഫറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് അതിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ ഇരിക്കുന്നത്, കാരണം അതിൻ്റെ മീറ്ററും കളക്ടറും ബേസൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളത് നോക്കി കറക്റ്റായിട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ചാനലിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മോസറ്റാണ്, സബിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മോസറ്റാണ്. 9040 240 വരുന്ന പെയറാണ്. പിന്നെ ഡ്രൈവുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് A988 C1845 നമ്മൾ ഡ്രൈവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ വയറിംഗ് ഒക്കെ കുറച്ച് ഇതാണ്. പിന്നെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളങ്ങനെ വയറിങ്ങിന് വേണ്ടി വല്ലാണ്ട് മെനക്കെടാറില്ല. കാരണം ഞാനിവിടെ എപ്പോഴും എൻ്റെ ആംപ്ലിഫയർ മാച്ചാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2-3 വട്ടം പൊളിക്കേണ്ടി വരും. അത് കാരണം ഞാനത് കറക്റ്റ് വയറിങ് എപ്പോഴും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ടൈം അത്ര ഒരു റേഞ്ചിലുണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ള നേരം കൊണ്ടൊക്കെ വളരെ പെർഫെക്റ്റാക്കി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഒരു ടേണ്. അല്ലാതെ നമ്മൾ ഒരുപാട് ഭംഗി മാത്രം പിടിച്ചുകൊണ്ട് കാര്യമില്ല, നല്ല രീതിയിൽ അതിനെ വർക്കിംഗ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി. പിന്നെ നമ്മൾ ഇതിൽ പറയാനുള്ളത് എന്താ, നമ്മൾ ഈ സെലക്ട് സ്വിച്ച് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ആ കൂടിയിൽ ഒരു സ്വിച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നമ്മൾ സറൗണ്ടും സ്റ്റീരിയോയും കൂടി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സ്വിച്ച് വെച്ചാണ്. പിന്നെ നമുക്കിവിടെ ഓക്സ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പ്യുവർ പ്രൊലോജിക് ആംപ്ലിഫയറാണ്. ഇതിൽ നമുക്ക് USB ബ്ലൂടൂത്ത് ഓക്സ് മാത്രമേ ഉള്ളൂ, DVD 5.1 ഇൻപുട്ടില്ല. കാരണം ഇപ്പോൾ ആരും അങ്ങനെ DVD ഒന്നും അങ്ങനെ അധികം ഉപയോഗിക്കണില്ല, ഇപ്പോൾ അതിന് ഡിസ്കും കിട്ടാനില്ല. അപ്പോൾ പിന്നെ ഉള്ളതിൽ നല്ല ഒരു പ്രൊലോജിക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇപ്പോൾ ഇങ്ങനത്തെ വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത്. ഇതൊരു റീവർക്കാണ്. ഇതിലിപ്പോൾ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇവിടെ 4 കപ്പാസിറ്ററും പിന്നെ ഇവിടെ 2 കപ്പാസിറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഞാനതൊന്ന് മാറ്റി എക്സ്റ്റെൻഡ് ചെയ്താണ് ഈ പറഞ്ഞ കാണുന്നതൊക്കെ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൺട്രോളുകളൊക്കെ എൽക്കോണ്ട കൺട്രോളാണ്. എല്ലാതും 100K വരുന്ന കൺട്രോളുകളാണ് എല്ലാതും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ USB പാനൽ വരുന്നത് V9 എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. V9 എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ് ഈ USB പാനൽ വരുന്നത്. പിന്നെ നമ്മളിവിടെ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, നമ്മളങ്ങനെ കുറേ ഫാനൊന്നും ഉപയോഗിക്കാറില്ല. ഈ ഫാൻ റൺ ചെയ്യണ സൗണ്ട് വരയ്ക്കും കസ്റ്റമർക്ക് കേൾക്കാൻ പറ്റില്ല, അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടാണ് നമ്മളതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റെഗുലേറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർക്ക് വളരെ അർജൻറ്റായിരുന്നു. പിന്നെ എൻ്റെ പാർട്ട്ണറുടെ ഒരു
റിലേഷനും കൂടിയാണ് ഈ വർക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കാരണം ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരു 4 ദിവസമായി. അപ്പോൾ പിന്നെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഒരു ടൈമായി. അപ്പോൾ പിന്നെ വേറെ ഇതിൽ അഡീഷണൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബോർഡ് ഞാൻ കുറച്ച് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. BICക്ക് ഇൻപുട്ട് വരുന്ന രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഈ ബോർഡിലേക്ക് കറക്റ്റ് മാച്ച് ആവുന്ന രീതിയിലേക്ക് ആക്കി. ഈ സബും അതേപോലെ തന്നെ ചാനലൊക്കെ അതിനനുസരിച്ച് കറക്റ്റ് മാച്ചിങ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ വരുന്ന ഹീറ്റായിട്ടുള്ള എയറിനെ പുറത്തേക്ക് സക്ക് ചെയ്ത് കളയുന്ന രീതിയിലാണ് ഇവിടെ കൂളർ ഫാൻ വെച്ചിട്ടുള്ളത്. കൂളർ ഫാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സുനോയുടെ ബ്രാൻഡാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ്. പിന്നെ ഇപ്പോൾ ഞാനിത് കാണിക്കാത്തതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട, നമ്മളത് ഫുള്ള് റെസിൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഓൾറെഡി പിന്നെ അതിലൊന്നും കാണില്ല, ഫുള്ള് നമ്മളതിൽ പശയിട്ട് വെച്ചിരിക്കുകയാണ്. അത് കാരണം പിന്നെ അങ്ങനെ കാണാൻ ഇതില്ല. അപ്പോൾ ഇതിനിപ്പോൾ കുറേ ചോദ്യങ്ങൾ വരും, എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ കാണിക്കണമെന്നൊക്കെ ചോദിക്കും. ഞാൻ എൻ്റെ മുന്നത്തതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റേതായ രീതിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ഹൈഡ് ചെയ്യുന്നത്. ബാക്കി മാർക്കറ്റിലുള്ളതിനൊക്കെ പൊളിക്കേണ്ടതും അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊക്കെ എൻ്റെ ഐഡിയയിലുള്ള കാര്യങ്ങളാണ്. അത് ഞാനായിട്ട് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഞാനായിട്ടൊരു പാറ്റേണിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എപ്പോഴും ഹൈഡ് ചെയ്യുന്നത്. അല്ലാണ്ട് മാർക്കറ്റിൽ ഓപ്പണായി കിടക്കണ ഒരു സാധനം ഞാൻ ഹൈഡ് ചെയ്ത് ഇതുവരെയ്ക്കും വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് കസ്റ്റമർക്കോ ഇതിൽ തന്നെ USB ഇതിൽ തന്നെയാണ് ഓക്സിജൻ ചെയ്തിട്ടുള്ള കാരണം തന്നെ ഈ റിമോട്ടിൽ തന്നെ എല്ലാ ഇൻപുട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് ആയാലും USB അതുപോലെ തന്നെ ഓക്സ് ഒക്കെ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ ട്രാൻസ്ഫോമർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രാൻസ്ഫോമറാണ്. നമുക്ക് എങ്ങനെ പോയാലും രണ്ടും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞ 8 ആമ്പിയർ, അല്ലാണ്ട് നമ്മുടെ 27/27 അല്ല. ഇതിൽ വരുന്ന ആ കൂടി 2 ടാപ്പിംഗ് ഉള്ളൂ, അതായത് 12/12 പിന്നെ ഇതിൽ വരുന്നത് 27/27 അത് ഏകദേശം ഒരു 5 ആമ്പിയറും 12/12 ഒരു 3 ആമ്പിയറോളാണ് ഇതിൽ കിട്ടുക. അങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ കാൽക്കുലേഷൻ. ഇത് നമ്പർ 3 ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന്ന് മാക്സിമം എടുക്കാൻ വരുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ്. അത് നല്ല ഇപ്പോൾ ഒരു 8 ആമ്പിയറൊക്കെ കറക്റ്റ് ലോഡ് വരുന്ന നേരമാണെങ്കിൽ ഈ ട്രാൻസ്ഫോമറൊക്കെ നല്ലപോലെ ഹീറ്റ് ആവും. അതുകൊണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ട്രാൻസ്ഫോമർ ഹീറ്റ് ആവും എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ ഫാൻ അത്യാവശ്യം ഇതിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റുള്ള എയറൊക്കെ പുറത്തേക്ക് പിടിച്ച് കളയും. അത് കാരണം ആംപ്ലിഫയർ അങ്ങനെ ഓവർ ഹീറ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കിയിട്ടുള്ള കാരണം തന്നെ ആംപ്ലിഫയർ അങ്ങനെ ഹീറ്റ് ആവില്ല. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആംപ്ലിഫയർ ബയസൊക്കെ കറക്റ്റ് ആക്കണ കാരണം ഒരു ഓവറായിട്ടുള്ള വെട്ടിത്തിളക്കണ അങ്ങനത്തെ സിറ്റുവേഷനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫാൻ തന്നെ ധാരാളമാണ്. ഒരു ഫാനും തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ജസ്റ്റ് 1-2 ഓഡിയോ ക്ലിപ്പുകൾ പ്ലേ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ഹീറ്റ് സിങ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ് ആണ്. മറ്റേ ആ ലീഫ് വരുന്ന ടൈപ്പ് തന്നെയാണ്, പക്ഷേ അത് സിംഗിൾ ടൈപ്പ് ഒരു 12 ഇഞ്ചൊക്കെ നീളം വരുന്ന ആ ഒരു ഹീറ്റ് സിങ്ങാണ് നമ്മളിതിന് ഫുള്ള് കവറായിട്ട് ഒറ്റ ഹീറ്റ് സിങ്ങിന് തന്നെ എല്ലാം ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്, വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു മീഡിയം ബഡ്ജറ്റിലാണ് ഈ ഫുൾ ഓൾട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 4-5 ദിവസത്തെ പണിയും. പിന്നെ നമ്മളത് അങ്ങനെ നോക്കിയിട്ടില്ല, നമ്മൾ മെറ്റീരിയൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഞാനൊന്ന് ജസ്റ്റ് 1-2 ക്ലിപ്പുകൾ ചെക്ക് ചെയ്ത് കേൾപ്പിച്ചു തരാം. പാമ്പിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. പാമ്പിൻ്റെ ഫ്രണ്ടിൽ നമുക്കിവിടെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ വരുന്നത് USB പാനലാണ്. പിന്നെ ഇത് ബാസിൻ്റെ കൺട്രോൾ, ഇത് ട്രബിളിൻ്റെ കൺട്രോൾ. ഇത് മാർക്കറ്റിലുള്ള പാനലാണ്, ഞാൻ പിന്നെ ഇത് മാറ്റിയിട്ടൊന്നുമില്ല. ഇത് സെൻറ്ററിൻ്റെ കൺട്രോളാണ്. ഇത് സറൗണ്ട്, ഇത് സബ്, ഇത് വോളിയം. ഇതിൽ നമ്മളൊരു സ്വിച്ച് മാത്രം കൊടുത്തിട്ടുണ്ട്, അത് 2-way 5.1 ആക്കാനുള്ള സ്വിച്ചാണ്, വേറെ ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമുക്കിനി ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ USB ഒന്ന് കാണിച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആംപ്ലിഫയർ ഓണാണ്. ഇപ്പോൾ ഇതിലൂടെ ഒരു ഇത് വോളിയൊക്കെ നമുക്ക് കേൾക്കാം. ഇതിൽ തന്നെ ആംപ്ലിഫയറിൻ്റെ ഫാൻ വരെ റണ്ണിങ് ആണ്. നമുക്കതങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ നിന്നൊന്നും അങ്ങനെ കേൾക്കില്ല ഫാനിൻ്റെ സൗണ്ടൊന്നും. അത്ര മൈന്യൂട്ടായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ സൗണ്ടൊക്കെ കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സുനോൻ്റെ ബ്രാൻഡ് ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മുടെ ആംപ്ലിഫയർ ഫുള്ള് റണ്ണിങ് ആണ്. ഇനിയിപ്പോൾ ഓരോ ചാനൽ വെച്ച് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം.
പിന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ എൻ്റെ ആംപ്ലിഫയറിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് വോളിയം ക്ലോസ് ചെയ്യാൻ പറ്റും. കാരണം ആ രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്യുക. ഒരു കമ്പനി സെറ്റിൻ്റെ ഒരു ഇതിലേക്ക് തന്നെ എപ്പോഴും കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ നമുക്കിവിടെ ഫുൾ വോളിയം വെച്ചാലും പതറില്ല. ഈ പാട്ടിൽ ഒന്നുകൂടിയും സ്റ്റീരിയോ പക്കയായിട്ട് വരുന്നൊരു പാട്ടാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് പ്രൊലോജിക്ക് നന്നായി പിരിഞ്ഞു വരും. സെൻട്രൽ വോയിസ് ആണ്. നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ആണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ സെൻറ്റർ ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ. അപ്പോൾ നമുക്ക് പ്യുവറായിട്ടൊരു 5.1 എഫക്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ഫ്രണ്ട് ടേപ്പ് തരും.